നമസ്കാരം. ആരൊക്കെ ചേർന്ന് ചവിട്ടി താഴ്ത്താൻ ശ്രമിച്ചാലും ഈ നഗരം, ഈ തലസ്ഥാനം ഉയർന്നു വന്നുകൊണ്ടേയിരിക്കും. ഇന്നത്തെ സെയിലിംഗ് കമന്ററി ആരംഭിക്കുന്നു. തലസ്ഥാനത്തിനേക്കാൾ വലിയ ഇൻവെസ്റ്റ്മെന്റ് പ്രതീക്ഷിച്ചുകൊണ്ടാണ് ഇൻവെസ്റ്റ്മെന്റ് മീറ്റ് ഇവിടെ നിന്ന് മാറ്റിക്കൊണ്ടു പോയത്. അവിടെ കേട്ട ഏറ്റവും വലിയ നിക്ഷേപ വാർത്ത ശ്രീ കരൺ അദാനിയുടെ ഭാഗത്തു നിന്നുമായിരുന്നു. നേരത്തെ വിഴിഞ്ഞം തുറമുഖത്തിന്റെ ഔപചാരികമായ ഉദ്ഘാടനം നടക്കുന്നതിന് മുമ്പ് തന്നെ നടന്നിട്ടുള്ള ഒരു ഉദ്ഘാടന വേദിയിൽ വെച്ച് അദ്ദേഹം പറഞ്ഞ കാര്യത്തിൽ ഒരല്പം വർധനവ് വരുത്തിയിട്ടുണ്ട്. 5000 കോടി രൂപ അദ്ദേഹം ഇൻവെസ്റ്റ് ചെയ്തു. അദാനി ഗ്രൂപ്പ് ഇൻവെസ്റ്റ് ചെയ്തു കഴിഞ്ഞു. ഇനി ഒരു 10,000 കോടി എന്ന് പറഞ്ഞെടുത്ത് ഇപ്പോൾ 20,000 കോടിയായി അത് മാറ്റിയിരിക്കുന്നു. തുറമുഖവുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾക്കെല്ലാം കൂടി 10,000 കോടി കൂടി വർധനവ് വരുത്തിയിട്ടുണ്ട്. അതിനു പുറമെ തിരുവനന്തപുരം വിമാനത്താവളത്തിലേക്ക് 5,500 കോടി രൂപ. അങ്ങനെ ഏകദേശം 25,000 കോടി രൂപയാണ് തിരുവനന്തപുരം നഗരത്തിൽ അദാനി ഗ്രൂപ്പ് നിക്ഷേപിക്കുവാൻ പോകുന്നതെന്നാണ് ഈ നിമിഷം വരെയും പുറത്തു വന്ന ഏറ്റവും വലിയ നിക്ഷേപ വാർത്ത. അദ്ദേഹം പറയുന്നത് തന്നെ നമുക്ക് കേൾക്കാം. Adani Group has already invested 5,000 crores in Vizhinjam Port and we are committing an additional investment of 20,000 crores. This is not only India's first transshipment hub, but our vision is to make Vizhinjam the largest transshipment port in this part of the region. Further, we will be expanding the Trivandrum International Airport from 4.5 million to 12 million passengers with an investment of 5,500 crores. ഇതാണ് തുടക്കത്തിൽ പറഞ്ഞത്. ഇനി കൂടുതൽ വരും. തുറമുഖവുമായി ബന്ധപ്പെട്ട ട്രിവാൻഡ്രം പോർട്ടുമായി ബന്ധപ്പെട്ടതായിരിക്കും ഏറ്റവും കൂടുതൽ നിക്ഷേപം അവിടെ അനൗൺസ് ചെയ്യാൻ പോകുന്നത് എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. അത് മാനിപ്പുലേറ്റ് ചെയ്യാതിരുന്നാൽ, എന്തായാലും ആര് മാനിപ്പുലേറ്റ് ചെയ്താലും ഇല്ലെങ്കിലും ലോകം മുഴുവനുമുള്ള ശ്രദ്ധ നമ്മുടെ തുറമുഖത്ത് വന്നു കഴിഞ്ഞു. അതിന്റെ ഭാഗമായിട്ടുള്ള കാര്യങ്ങൾ ഇനി നമുക്ക് അറിയാൻ പറ്റും. ഇത്രയും നല്ല വാർത്തകൾക്കിടയിലും ചില അപശകുനങ്ങളുണ്ട്. ഉദ്ഘാടകനായി കൊണ്ടുവന്ന, ഉദ്ഘാടകനാണോ ആരാണെന്ന് അറിയില്ല, കേന്ദ്രമന്ത്രി ശ്രീ പീയൂഷ് ഗോയൽ, അദ്ദേഹത്തിന് കേരളം എന്ന് പറഞ്ഞൊരു സംസ്ഥാനമുണ്ടെന്നോ ഇവിടെ തിരുവനന്തപുരം ജില്ലയുണ്ടെന്നോ ട്രിവാൻഡ്രം പോർട്ട് ഉണ്ടെന്നോ അദ്ദേഹത്തിന് ഇപ്പോഴും പിടികിട്ടിയിട്ടില്ല. ചരക്കിന്റെ അധിപനാണ്. ഇന്ത്യയുടെ മൊത്തം ചരക്ക് കയറ്റി ഇറക്കുന്നതിന്റെ ചുമതലക്കാരനാണ്. ചരക്ക് കയറ്റി ഇറക്കണമെങ്കിൽ പോർട്ട് വേണം. ഇന്ത്യയിലെ ഏക മദർ പോർട്ട് വന്ന വിവരവും അദ്ദേഹത്തിന് അറിയില്ല. അദ്ദേഹത്തിന് ഇപ്പോഴും വിശാഖപട്ടണത്താണ് ഈ പോർട്ട്. കേരളം എന്ന് പറയുന്ന ഒരു സംസ്ഥാനമില്ല. കേൾക്കാം നമുക്ക്. We have seen a Vizhinjam International Deep Sea Port coming up at an investment of nearly 18,000 crores in Visakhapatnam, in Trivandrum, and it's a deep sea port. പണ്ട് മുതലേ ഉള്ള ഒരു ചതിയാണിത്. വിന്ധ്യനിപ്പുറം, സഹ്യനിപ്പുറം ഒരു നാടില്ല എന്നുള്ളതാണ് നോർത്ത് ഇന്ത്യൻ മേലാളന്മാരുടെ മനോഭാവം. അത് തന്നെയാണ് അദ്ദേഹത്തിന്റെ ബോഡി ലാംഗ്വേജിൽ നിന്നും അദ്ദേഹത്തിന്റെ വാക്കുകളിൽ നിന്നും നമുക്ക് കേൾക്കേണ്ടി വന്നത്. In Visakhapatnam, in Trivandrum. തിരുവനന്തപുരത്തെ ആ വേദിയിൽ വെച്ച് അദ്ദേഹം അപമാനിക്കുകയായിരുന്നു. ട്രിവാൻഡ്രം പോർട്ടിനെ അപമാനിക്കുകയായിരുന്നു. കേരളവും വിശാഖപട്ടണവും തമ്മിലുള്ള വ്യത്യാസം പോലും തിരിച്ചറിയാത്ത ഒരു കൊമേഴ്സ് മന്ത്രി ഈ രാജ്യത്തിന് ഭൂഷണമാണോ, അദ്ദേഹം ചെയ്യുന്ന സേവനം എന്താണ് എന്ന് അദ്ദേഹത്തിന് തന്നെ ഒരു തിരിച്ചറിവുണ്ടായാൽ നന്നായിരിക്കും. ഇതിലൊന്നും, ഇങ്ങനെയുള്ള താഴ്ത്തിക്കെട്ടലുകളിലൊന്നും
ഞങ്ങൾ തളർന്നു പോവില്ല എന്നുള്ളതാണ് തുറമുഖത്ത് ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ. കൊമേഴ്സ് മിനിസ്റ്ററിന് ബാൾട്ടിമോർ എന്ന് പറയുന്ന ഒരു പ്രദേശം അറിയാമല്ലോ, മേരിലാൻഡ്. അമേരിക്കയിലെ മേരിലാൻഡിലെ പോർട്ടാണ് ബാൾട്ടിമോർ. അവിടെ നിന്ന് ഒരു കപ്പൽ ഈ പ്രസന്റേഷൻ എടുക്കുമ്പോൾ ട്രിവാൻഡ്രം പോർട്ടിന് തൊട്ടടുത്തെത്തിക്കഴിഞ്ഞു. നേരത്തെ അത് ബാൾട്ടിമോർ കൊളംബോ ആയിരുന്നു. ഇടയ്ക്ക് വെച്ച് ഒരു കൊളംബോ മാറ്റിയിട്ട് ട്രിവാൻഡ്രം പോർട്ടിലോട്ട് വരാൻ തീരുമാനിച്ചു. കൊമേഴ്സ് മിനിസ്ട്രി 500 ബില്യണാണ്, അമേരിക്കയുമായിട്ട് 500 ബില്യണിലോട്ട് 2030 എത്തിക്കാൻ നടക്കുന്ന കരാറുകൾ ഒപ്പിട്ട മന്ത്രി 26 ദിവസത്തിനുള്ളിലാണ് ബാൾട്ടിമോറിൽ നിന്ന് ട്രിവാൻഡ്രം പോർട്ടിലോട്ട് എത്താൻ 26 ദിവസമേ എടുത്തുള്ളൂ. അതേസമയത്ത് സെയിലിംഗ് കമ്മീഷണറെ ട്രാക്ക് ചെയ്യുന്ന 2 കപ്പലുകളുടെ വിവരം കൂടി നൽകാം. 11 ജനുവരി മാസം 11 പുറപ്പെട്ട കൊച്ചിയിൽ നിന്ന് പുറപ്പെട്ട ഒരു കപ്പൽ കൊളംബോ വഴി ഇപ്പോൾ ന്യൂയോർക്കിൽ എത്താൻ ഇന്ന് അതും നോക്കുമ്പോൾ ഏകദേശം ന്യൂയോർക്ക് അടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇറ്റ് ടുക്ക് അറൌണ്ട് 42 ഡേയ്സ്, 42 ദിവസം. വേറൊരു കപ്പൽ ചെന്നൈയിൽ നിന്ന് കൊളംബോ വഴി ന്യൂയോർക്കിലോട്ട് പോയതാണ്. 14/1 2-3 ദിവസം വൈകി ഇവിടെ നിന്ന് പുറപ്പെട്ടതാണ്. 14/1 പുറപ്പെട്ടു. 39ാമത്തെ ദിവസം ഇപ്പോൾ ന്യൂയോർക്കിലോട്ട് അടുത്തുകൊണ്ടിരിക്കുന്നു. അപ്പൊ ഇന്ത്യയിൽ നിന്ന് പോകുന്ന 2 ചരക്ക് കപ്പൽ 42ഉം 39ഉം ദിവസം എടുക്കുമ്പോൾ ഇവിടെ ബാൾട്ടിമോറിൽ നിന്ന് നേരെ ട്രിവാൻഡ്രത്തോട്ട് ഓടിച്ചു വന്നത് കേവലം 26 ദിവസം കൊണ്ടാണ്. മറ്റത് ശരാശരി 16 ദിവസവും 13 ദിവസവും പോട്ടെ, ശരാശരി 14 ദിവസം, 2 ആഴ്ച അധികം എടുക്കുന്നതാണ് ഇന്ത്യയിൽ നാളിതുവരെ നടന്നിട്ടുള്ള ചരക്ക് കൈമാറ്റമെന്ന് ബഹുമാനപ്പെട്ട കൊമേഴ്സ് മന്ത്രി, ട്രിവാൻഡ്രം പോർട്ടിനെ വിശാഖപട്ടണം പോർട്ടാക്കി മാറ്റുന്ന കൊമേഴ്സ് മന്ത്രി ഇതൊക്കെ ഒന്ന് പഠിക്കണം. ഈ വ്യത്യാസം എന്താണ്? 14 ദിവസം ഇന്ത്യൻ ചരക്കുകൾക്ക്, ഇന്ത്യയിലെ കയറ്റുമതിക്കാർക്ക്, ഇന്ത്യയിലെ ഇറക്കുമതിക്കാർക്ക് 14 ദിവസം ലാഭിച്ചു നൽകുന്ന ഒരു പോർട്ട് ഇവിടെ പ്രവർത്തിക്കുന്നുണ്ട്. അത് തിരിച്ചറിയണം, അത് പഠിക്കണം, അത് മനസ്സിലാക്കണം. എന്താണ് അത് നാളെ രാജ്യത്തിന് നൽകാൻ പോകുന്ന 500 ബില്യൺ അമേരിക്കയുമായിട്ടുള്ള കരാറിന്റെ 400 ബില്യൺ ചരക്കം കടന്നു പോകാൻ പോകുന്നത് ഈ പോർട്ട് വഴിയായിരിക്കും. യാതൊരു സംശയവുമില്ല അതിനകത്ത്. അങ്ങനെയുള്ള ഒരു പോർട്ടിനെ കുറിച്ച് ദയവ് ചെയ്ത് നിങ്ങൾ ഇനിയെങ്കിലും അല്പമെങ്കിലും പഠിക്കാൻ ശ്രമിക്കുക. ഇന്നലെ സെയിലിംഗ് കമ്മീഷണർ മുന്നോട്ട് വെച്ച കടലിലെ ആംബുലൻസ് കപ്പൽ എന്നുള്ള ആശയത്തോട് ചില വിയോജിപ്പുകളുണ്ട്. അതിന്റെ പ്രായോഗികതയാണ് ചിലർ ചൂണ്ടിക്കാണിക്കുന്നത്. ഇറ്റ് ഈസ് ബെസ്റ്റ് ടു ഹാവ് ആൻ എയർ ആംബുലൻസ് ദാൻ ദി ഷിപ്പ് ബോട്ട് ബേസ്ഡ്. ഹെലികോപ്റ്റർ ഈസ് ഓൾറെഡി ഇൻ തിരുവനന്തപുരം. റെക്കറിംഗ് എക്സ്പെൻഡിച്ചർ വിൽ ബി ലെസ്. ചേർത്തലയിലെ സുധീഷും വിയോജിപ്പ് അറിയിച്ചിട്ടുണ്ട്. ഇത് ലാഭനഷ്ടങ്ങളുടെ വിഷയമല്ല. 30,000 കപ്പൽ കടലിലൂടെ പോകുമ്പോൾ ആ സമൂഹത്തിനും കപ്പൽ ഉടമകൾക്കും ആ മേഖലയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന മറൈൻ ഇക്കോണമിക്കും വലിയ ഗ്രൂപ്പാണ്, ഇൻഷുറൻസ് തുടങ്ങിയ എല്ലാവർക്കും ഒരു താങ്ങ്, ഒരു കരുതൽ നൽകുന്ന ഒരു രാജ്യം, ഒരു സംസ്ഥാനമുണ്ട് എന്നുള്ളൊരു മെസ്സേജാണ്. ഒരു ആംബുലൻസ് തയ്യാറാക്കി ഹാർബറിനുള്ളിൽ നിർത്തിയാൽ മതി. ഹെലികോപ്റ്റർ ലോകം മുഴുവനുണ്ട്. എവിടെ അപകടമുണ്ടായാലും പറന്നെത്തുന്ന ഹെലികോപ്റ്റർ ഉണ്ട്. അത് കരുതൽ നൽകുന്നു എന്നുള്ള സന്ദേശം നൽകുന്നില്ല. ഇത് AS ഉൾപ്പെടെ, സിഗ്നൽ ഉൾപ്പെടെയുള്ള ഒരു ആംബുലൻസ് ബോട്ട് എത്ര ദൂരത്തിലിടണമെന്നൊക്കെയുള്ള അതിന്റെ പ്രായോഗിക വശങ്ങൾ, അതിന്റെ നിറ്റി ഗ്രിറ്റിയൊക്കെ പിന്നീട് ചർച്ച ചെയ്യാം. എന്തായാലും ലോകം മുഴുവനുമുള്ള നാവികർക്കു വേണ്ടി ഒരു കരുതൽ നൽകുന്ന സംസ്ഥാനം, ഒരു പോർട്ട്, ട്രിവാൻഡ്രം പോർട്ട് ഉണ്ട് എന്ന് ലോകത്തെ അറിയിക്കുക എന്നുള്ളതാണ് ഇതിലൂടെയുള്ള ഒരു സന്ദേശം, ഇതിലൂടെ ഉദ്ദേശിക്കുന്നത്. അതിന്റെ വിശദാംശങ്ങളൊക്കെ, അതിന്റെ നടത്തിപ്പ് എങ്ങനെ തുടങ്ങിയ കാര്യങ്ങളൊക്കെ ക്രമേണ ചർച്ച ചെയ്യാവുന്നതാണ്. എന്തായാലും ലോകത്തിൽ നാവികർക്ക് വേണ്ടി കരുതലോടെ പ്രവർത്തിക്കുന്ന ഒരു പോർട്ടുണ്ട് എന്നുള്ള വിവരം അവരെ ബോധ്യപ്പെടുത്താൻ പറ്റുന്ന പ്രായോഗിക മാർഗങ്ങൾ നമ്മൾ പരീക്ഷിക്കേണ്ടിയിരിക്കുന്നു. അടുത്ത ഒരു ക്വിസ് കൂടി പിന്നണിയിൽ തയ്യാറാവുന്നുണ്ട്. അതിന് മുമ്പ് സമ്മാനം, ഈ കഴിഞ്ഞ ക്വിസിന്റെ സമ്മാനം ആരോ നൽകാമെന്ന് പറഞ്ഞിരുന്നു. എനിക്ക് ആ നമ്പർ നോട്ട് ചെയ്ത് വെക്കാൻ മറന്നുപോയി. ഹരീഷ്, മിയ വരുന്നതിന്റെ നമ്മുടെ 24,000 റേഞ്ച് ജെയ്ഡ് സർവീസിൽ ആദ്യത്തെ കപ്പൽ മിയ ആയിരിക്കും. അവർക്കുള്ള 5-6 പേർക്കുള്ള സമ്മാനം ശ്രീ ഹരീഷ് തയ്യാറാക്കുന്നുണ്ട്. വേറെ ആരോ കൂടി ഈ ക്വിസിന് സമ്മാനം ഓഫർ ചെയ്തിരുന്നു. അവർ ദയവ് ചെയ്തൊന്ന് ബന്ധപ്പെടണമെന്ന് അഭ്യർത്ഥിക്കുന്നു. കാരണം 3 പേർക്ക് നമ്മൾ, ചെറിയതാണെങ്കിലും 3 പേർക്ക് സമ്മാനം കൊടുക്കേണ്ടതുണ്ട്. ആ വിവരം ഒന്ന് സെയിലിംഗ് കമ്മീഷണറെ അറിയിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു. സൈനിങ് ഓഫ്, എലിയാസ് ജോൺ.